നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ആകാശ് മേനോനാണ് തന്നോട് വിനോദും സുമിത്രയും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞെന്നുള്ള കാര്യം അരുന്ധതി മാഡം പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനോദും ഇഷതി അവരെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോണ്. സ്വപ്നവല്ലിക്കും മഞ്ജുമിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ഇഷതയാണ് വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിരുന്നേ. പക്ഷെ ആകാശ് മേനോനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ആ സമയം മഹേഷ് പറഞ്ഞു, അല്ല മാഡം, അതിന് ആകാശിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലോ. വിനോദ് പറഞ്ഞു, അത് ശരിയാ, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന എനിക്കും സുമിത്രയ്ക്കും പിന്നെ ഇഷ്ടേച്ചിക്കും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം അരുന്ധതി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ ആകാശാണ് എന്നോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. ഈ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോളോട് ഇത് പറഞ്ഞു. എൻ്റെ മോൾക്ക് എത്ര വിഷമമായെന്നറിയോ? കാരണം അവൾ വിഷമിച്ച് വിനോദിനെ കൈവിട്ടു പോയത് ഓർത്തിട്ടല്ല. അവളുടെ മനസ്സിൽ സുചിത്രയ്ക്ക് അത്ര സ്ഥാനം ഉണ്ടായിരുന്നു. സുചിത്ര ഒരു വാക്ക് പോലും അവളോട് പറഞ്ഞില്ലല്ലോ എന്ന് കരുതിയിട്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം സുചിത്രയുടെ മുഖം താണു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് വല്ലാത്തൊരവസ്ഥ സുചിത്ര നിൽക്കുകയാണ്. ആ സമയം മഹേഷ് പറഞ്ഞു, മാഡത്തിന് അറിയാലോ, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. കല്യാണമെല്ലാം ഉറപ്പിച്ച കഴിഞ്ഞ ദിവസമാണ്. ഇന്നലെ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വിനോദും സുചിത്രനും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. മുമ്പ് ഇത് അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു മാഡം എന്ന് പറയാം. അരുന്ധതി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേന്ന് ചോദിക്കുക. വിനോദ് പറഞ്ഞു, എൻ്റെ ഏട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് സുചിത്രയും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. അവൾക്കും ആ കാര്യം ബോധ്യപ്പെട്ടു. എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിക്കുന്ന മനസ്സുകൾ ഒന്നിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ചിലപ്പോൾ എല്ലായ്പ്പോഴും സംഭവിക്കണം എന്നൊന്നുമില്ല. ചില സമയത്ത് അവർക്ക് തമ്മിൽ പിരിയേണ്ടതായിട്ട് വരുമെന്നൊക്കെ പറയാം. ഇത്ര സമയം ഒന്നും മിണ്ടാതെ നിൽക്കുമായിരുന്നു അനുഗ്രഹ. ഈ സമയം ഇഷിത അനുഗ്രഹം ചോദിച്ചു, എന്താ അനുഗ്രഹം, നീ എന്താ ഒന്നും മിണ്ടായിരിക്കണമെന്ന് ചോദിക്കുക. എന്നിട്ടപ്പോൾ അനുഗ്രഹം പറഞ്ഞു, ഞാനെന്ത് പറയാനാ, നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഞാനൊരു അന്യായി തീർന്നില്ലേ? അല്ലെങ്കിൽ സുജിയെങ്കിലും എന്നോട് ഈ കാര്യം പറയില്ലായിരുന്നോ? എത്ര അടുപ്പത്തിലിരുന്നാ ഞങ്ങൾ, എന്നിട്ട് പോലും എന്നെ ഒരു സഹോദരിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന അവൾ എന്നോട് ഇത് പറഞ്ഞില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പം സുമിത്രയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആ സമയം സുമിത്ര പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വിനോദിനെ എനിക്കിഷ്ടമായിരുന്നു, വിനോദിനെ എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേങ്കിൽ അനുഗ്രഹിക്ക് ഇങ്ങനെ ആഗ്രഹം മനസ്സിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ നിന്നെ സഹോദരിയെ പോലെ കാണുന്നേ. നിന്റെ മനസ്സ് വേദനിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് മാത്രം ഞാനിതിനെക്കുറിച്ച് പറയാതിരുന്നേ. അല്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാനിത് തുറന്നു പറഞ്ഞേനെന്ന് പറയാം. പക്ഷെ നിന്റെ മനസ്സ് വേദനിക്കുന്ന കാണാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇഷ്ടേച്ചി. നിന്നെ സ്വന്തം അനുജത്തെ പോലെ ഇഷ്ടേച്ചി കാണുന്നതെന്ന് പറയാം. പിന്നെ ഇഷ്ടേച്ചി ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അരുന്ധതി മാഡത്തിനെ വിളിച്ചു പറയില്ല എന്ന് എനിക്കോ നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇഷ്ടേച്ചിയെ കുറ്റപ്പെടുത്തി ജീവിതം തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്തേ. ഒരു പക്ഷേ ഈ സമയത്ത് അരുന്ധതി മാഡം ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇഷ്ടേച്ചിയുടെ ജീവിതമായിരുന്നു തകർന്നു പോകുന്നത്. ഞാനും ഇഷ്ടേച്ചി ഇതിൻ്റെ പേരിൽ കുറേയേറെ വേദനിച്ചു. ഞങ്ങൾ കാരണമെന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇഷിതയെ കുറ്റപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷെ ഇഷിതയല്ല, ആകാശാണ് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വലിയ കൈകൾ തന്നെയുണ്ട്. കാരണം ഈ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കണം ഇത് പോയിട്ടുണ്ടായിരിക്കുക. ഈ സമയത്ത് സ്വപ്നവല്ലിയുടെ മഞ്ജുമ്മയുടെ മുഖമൊക്കെ വെളുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇഷിതയുടെ തലയിലേക്ക് കുറ്റം കെട്ടി വെക്കാൻ ശ്രമിച്ചാണ് സ്വപ്നവല്ലി മഞ്ജുമ്മയൊക്കെ. പക്ഷേങ്കിൽ എല്ലാം ചീറ്റിപ്പോയി. ആ സമയത്ത് അരുന്ധതി പറഞ്ഞു, അതെ ഇനി ഞാൻ നിൽക്കുന്നില്ല, ഞാൻ എന്തായാലും പോവാന്ന് പറയണ. ആ സമയം മഹേഷ് പറഞ്ഞു, മാഡം അങ്ങനെ പറയരുത്, അനുഗ്രഹയ്ക്ക് ഇഷ്ടമാണെങ്കിൽ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനുഗ്രഹം പറഞ്ഞു, വേണ്ട, സുജയെ വേദനിപ്പിച്ച് എനിക്കൊരു ജീവിതം വേണ്ട. അല്ലെങ്കിൽ അവർ തമ്മിലെ ഇഷ്ടത്തിൽ അവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം അരുന്ധതി പറഞ്ഞു, എനിക്കറിയാം മഹേഷിൻ്റെ ഉള്ളിലെ കാര്യം എന്താണെന്ന്. കേരള ചാപ്റ്റേഴ്സ് അല്ലേ പ്രശ്നം. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട. കേരള ചാപ്റ്റേഴ്സും മഹേഷിന് തന്നെ കിട്ടും. ഞാൻ വേറെ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. ആകാശ് ഒരു പക്ഷേ ഈ കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞ് കേരള ചാപ്റ്റേഴ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമായിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ മോള് നിങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുമിത്രയെക്കുറിച്ചും ഇഷിതയെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ ഒരിക്കലും എനിക്ക് വേദനിപ്പിക്കാൻ സാധിക്കില്ല. എൻ്റെ മോൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ മോളൊരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് നടത്തി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഹേഷ് പേടിക്കണ്ട. മഹേഷിൻ്റെ സിയോപ്പതി അവിടെ തന്നെ കാണും. അത് പോകാനൊന്നും പോകുന്നില്ല. മഹേഷിന് അനുകൂലമായിട്ടായിരിക്കും ഞാൻ പറയാൻ പോണേന്ന് പറയാണ്, റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ മഹേഷിന് സന്തോഷമായി. പിന്നീട് അവരങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സുമിത്ര പോയി അനുഗ്രഹയെ കെട്ടിപ്പിടിക്കുകയാണ്. അനുഗ്രഹം പറഞ്ഞു, എന്നാലും നിനക്കൊരു വാക്കെങ്കിലും എന്നോട് പറയായിരുന്നു. ഇത്ര സ്നേഹത്തോടെ ഇരുന്നിട്ട് നീ എന്നോട് ഇതെല്ലാം മറച്ചു വെച്ചില്ലേന്ന് ചോദിക്കുക. അത് കേട്ടപ്പം സുമിത്ര പറഞ്ഞു, അങ്ങനെ പറ്റിപ്പോയി, നിന്റെ മനസ്സ് വേദനിക്കണ്ടെന്ന് കരുതിയ, സാരമില്ല പോട്ടെ. ആ സമയം വിനോദ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, നിന്നോട് വേണമെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു.
പക്ഷെ എൻ്റെ ഏട്ടനെ വേദനിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയാ. ഞാനും ഏട്ടനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. എൻ്റെ ഏട്ടനെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ടെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നൊക്കെ പറയണം. അങ്ങനെ ആ പ്രശ്നത്തിന് അവിടെ ഒരു പരിഹാരം ആവുകയാണ്. പിന്നീട് അവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത നേരെ മുറിയിലേക്ക് വരികയാണ്. മുറിയിലേക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. ആ സമയം മഹേഷ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ സോറി പറയുന്നതിലൊരു അർത്ഥമില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഞാൻ അത്ര തെറ്റ് ചെയ്തു. എൻ്റെ മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. നീ ആ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കെന്തോ അപ്പോഴാ സമയത്ത് തോന്നിയില്ല. സോറി കേട്ടോ ഇഷിത, എന്നോട് ക്ഷമിക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, ഇതെനിക്ക് ആദ്യമായിട്ടോ പുത്തിരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ഞാൻ എപ്പോഴും കേൾക്കണമല്ലേ, ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം എൻ്റെ തലയില വന്ന് വീഴുന്നേ. അത് തെളിയിച്ച് കഴിയുമ്പോൾ മഹേഷ് എല്ലാ തവണ ഇങ്ങനൊരു സോറി പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. അതിലെന്തർത്ഥമോ മഹേഷുള്ളേ? ഇത്രയും നാളായിട്ട് മഹേഷിന് എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഒരു സോറി പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയാം. എന്നിട്ട് മഹേഷ് പറഞ്ഞു, ചിപ്പിമോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഓർത്തത് നിൻ്റെ അനുജത്തിക്ക് വേണ്ടിയിട്ട് നീ നിലകൊള്ളുമെന്നാ. നിൻ്റെ അനുജത്തിക്ക് വേണ്ടിയിട്ടായിരിക്കും നീ കല്യാണം മുടക്കിയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആകാശായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാം. അത് കേട്ടതും ഇഷ്ടത പറഞ്ഞു, സ്വന്തം ഭാര്യയെ അവിശ്വസിക്കാല്ലേ? ഇത്ര നാളും കൂടെ നടന്നിട്ട് പോലും നമ്മൾ ഒരുമിച്ചൊരു ജീവൻ നയിച്ചിട്ടില്ലെന്നുള്ളൂ. പക്ഷെ മഹേഷ് എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് കുഴപ്പം. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് പറയണം. മഹേഷ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് പോയി പിടിക്കുകയാണ്. ഇഷിത ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് ഇഷിത പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ആകാശാണെങ്കിൽ ആകാശിനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ കൈലാസ് ആയിരിക്കും. കൈലാസ് കൂടെ നിന്നിട്ട് ചതിച്ചുകൊണ്ടിരിക്കുക. അത് ഇതുവരെയായിട്ട് മഞ്ജുമേച്ചിക്കും അമ്മയ്ക്കും മനസ്സിലായിട്ടില്ല. മഹേഷ് അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ പിന്നിലെ കൈലാസാന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കൈലാസിനെ ഒന്ന് ചോദ്യം ചെയ്ത് എടുത്തിട്ട് കുടയുവാണെങ്കിൽ കാര്യങ്ങളെ നിജസ്ഥിതിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയണം. പിന്നീട് അപ്പോൾ അതേപോലെ തന്നെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാം. ആ സമയം മഹേഷ് നേരെ ആകാശിനെ വിളിക്കുകയാണ്. ആകാശിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ആകാശെ നീ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുക. നീ കഴിഞ്ഞ ദിവസം കുറേ ഡയലോഗുകളും കാര്യങ്ങളും അടിച്ചിരുന്നല്ലോ. ഞാൻ കൂട്ടിക്കൊടുപ്പുകാരനാന്നൊക്കെ. എടാ അങ്ങനെയാണ് നീ ഒരു കാര്യം കേട്ടോ, ഞാൻ കൂട്ടിക്കൊടുപ്പുകാരനാണ് അല്ലേ നിനക്ക് മനസ്സിലായിക്കോളും. നിന്റെ വിചാരം എന്താ? ഞാൻ കേരള ചാപ്റ്റേഴ്സ് തട്ടിയെടുക്കാൻ നോക്കുന്നല്ലേ. ഇനിയിപ്പം നീ എന്ത് കാണിച്ചാലും കേരള ചാപ്റ്റേഴ്സ് എൻ്റെ കയ്യിൽ തന്നെ കിട്ടൂടാ. ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേരള ചാപ്റ്റേഴ്സ് എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ നീ ഈ കല്യാണം മുടക്കാനായിട്ട് ശ്രമിച്ചേ. പക്ഷെ പണി പാളിപ്പോയട മോനെ. ഇനി നീ അവിടെ ഇരിക്കുക. ഇനി ഞാൻ കളിക്കുന്ന നീ കണ്ടോളാൻ പറയണം. ഇത് കേട്ടിപ്പോൾ ആകാശിനൊന്നും മനസ്സിലായില്ല. ആകാശിനോട് പറഞ്ഞു, നിനക്കിപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല, പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് പറയണം. പിന്നീടാണ് ആകാശ് ആ കരു പറയുന്നത് മഹേഷിന് കേരള ചാപ്റ്റേഴ്സ് കിട്ടിയെന്ന്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന് സഹിക്കാൻ പറ്റിയില്ല. ആകാശ് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേനും രചന അങ്ങോട്ടേക്ക് വരുവാണ്. രചനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, എല്ലാം പോയെന്ന് പറയണം. പോയെന്ന് എന്ത്? ഉണ്ടല്ലോ അവന് ആ മഹേഷ് അവൻ ആ കേരള ചാപ്റ്റേഴ്സ് തട്ടിയെടുത്തെന്ന് പറയണം. കേരള ചാപ്റ്റേഴ്സ് തട്ടിയെടുത്തെന്നോ? അതെ. ഇത്രയും നാളും കളിച്ചത് വെറുതെ ആയിപ്പോയി. ആ കൈലാസിനെ വെച്ച് പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി. കല്യാണം മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സ്വന്തമാക്കാന്നൊരു വ്യാമോഹം ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ ഇഷിത അവളാണ് എല്ലാത്തിനും കാരണം. അവളാണ് ഇതിനെല്ലാം പിന്നിൽ. അവളുടെ ഐശ്വര്യമാണ്. അവളുള്ളതുകൊണ്ടാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെയോ ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ അടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഈ പറയുന്ന കേട്ടാൽ തോന്നൂല്ലോ ഞാൻ എല്ലാത്തിനും കാരണമെന്ന്. നീ ആ കാരണമെന്ന് ഞാൻ പറയണമൊന്നുമില്ല. പക്ഷേങ്കിൽ ആ ഇഷിത ഉണ്ടല്ലോ, അവൾ ഐശ്വര്യ മഹേഷിൻ്റെ. അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവന് ഇത്ര ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെയുള്ള ഒരുത്തിയുണ്ട് എന്തിനെ കൊള്ളാന്നൊക്കെ പിറുപിറുത്തോണ്ടാണ് പോകുന്നത്. രചനയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. ആ ഇഷിതയും മഹേഷിനും തമ്മിൽ എങ്ങനെയും വേർപിരിക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയത്ത് മാധവും ലയയും കൂടെ മനസ്സിനിയമ്മയുടെ അടുത്തേക്ക് വരണം. അപ്പോൾ അവരവിടെ താമസിക്കാനായിട്ട് വരിക. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും മനസ്സിനിയമ്മ ആഷിതയെ വീട്ടിലുണ്ട്. അവരും കൂടെ ഇറങ്ങി ചെല്ലുവാണ്. മാധവയെ കണ്ടപ്പോൾ മോനെ എന്നൊക്കെ പറഞ്ഞ് എന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ലയയുടെ മുഖം ഒരു കനത്ത ഭാവമായിരുന്നു. പിന്നീട് അകത്തേക്ക് കയറി ചെന്നപ്പോഴത്തേനും ചോദിച്ചു, അല്ല എന്താ മോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മുഖം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ ലയ പറഞ്ഞു, വഴക്കോ പ്രശ്നമോ? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. മാധവ് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് മനസ്സിന് പറഞ്ഞു, എന്താ മോളെ കാര്യം? എന്തോ സംഭവം ഉണ്ടല്ലോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ആ സമയം ആഷിത പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാന്ന് പറഞ്ഞ് ആഷിത അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് ലയ പറഞ്ഞു, നിങ്ങളുടെ മോനുണ്ടല്ലോ, നിങ്ങളുടെ മോനോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഇഷിത അവൾ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾ കാരണം ഒരു ദിവസം പോലും ഞങ്ങൾ സ്വസ്ഥതയെ സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല എന്ന് പറയാം. എന്തിനാ പറയണേ? എന്തിനാ എൻ്റെ ജീവിതം നിങ്ങളിങ്ങനെ നശിപ്പിച്ചതെന്ന് ചോദിക്കുക. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കുഞ്ഞു പോലും ഉണ്ടാകത്തില്ല. എല്ലാ കാരണത്തിൻ്റെയും കാരണക്കാരിയായി ഇഷിതയാന്ന് പറയണം. അതുകൊണ്ട് മനസ്സിന് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, മോള് പേടിക്കേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക. ഇഷിത എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം.
എന്തേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും കടന്നു വരാത്ത രീതിയിൽ അവളെ ഞാൻ തകർത്ത് കളഞ്ഞോളാന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ മോനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഈ ലയ ഉണ്ടാകത്തില്ലെന്ന് പറയണം. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക. പിന്നല്ലാതെ എങ്ങനെ പറയണം, മോനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ നോക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ലയ. പിന്നീട് ലയയ്ക്ക് ചായ എടുത്തുകൊണ്ട് ആഷിത അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ലയ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ആഷിത പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന്. നീ മാധവും തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിലല്ലെന്ന് മനസ്സിലായി. അതെ, ജീവിതമാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. എൻ്റെ അനുജത്തിൻ്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൾ ഒരിക്കലും കടന്നു വരാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലയ പറഞ്ഞു, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ അനിയത്തി കാരണമാണ് എൻ്റെ ജീവിതം ഈ വിധമായി തീർന്നത്. ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആഷിതയ്ക്ക് മനസ്സിലായി മിക്കവാറും ഇനി ലയയുടെ മനസ്സിലേക്ക് എരിപെരി കയറ്റി കൊടുക്കാനോ മനസ്സിനെയമ്മ ശ്രമിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ ബന്ധം കൂടുതൽ തകരാനായിട്ട് അത് കാരണവും. അതൊരു കാരണവശാലും പാടില്ല. എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ മാധവനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ ആഷിത തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.